നമ്മുടെ പ്രശസ്തമായിട്ടുള്ള പുഷ്പ സിനിമ അത് ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചത്. നമ്മുടെ പ്രശസ്ത നടൻ അല്ലു അർജുൻ എപ്പോഴും ഇങ്ങനെ കാണിച്ചിട്ടുള്ള ആ രംഗങ്ങളില്ലേ, ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. എൻ്റെ പിന്നിൽ ഈ കാണുന്നതാണ് സാക്ഷാൽ തിരുമലൈ കോവിൽ. ഇതും ഇതിൻ്റെ പരിസരത്തായിരുന്നു പ്രശസ്തമായിട്ടുള്ള ശ്രീവല്ലി എന്ന് പറയുന്ന ഹിറ്റ് സോങ് ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചത്. ആ സ്ഥലമാണ് നമ്മുടെ ക്യാമറമാൻ അയ്യപ്പൻ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോളൂ. അല്ലു അർജുനും രാഷ്മിക മണ്ടാനയും ഈ ഭൂമിയിൽ കാഴ്ചവെച്ച പെർഫോമൻസ് 100 കോടി ക്ലബിൽ ഇടം നേടാൻ പുഷ്പ സിനിമയെ സഹായിച്ചു. സൂര്യ, വിക്രം തുടങ്ങി തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങൾ തിരുമലയിൽ എത്തിയെങ്കിൽ ഭാഗ്യം വാരി വിതറും വിശ്വാസത്തിൽ തന്നെയായിരുന്നു. നമ്മളങ്ങനെ ഏതാണ്ട് നമ്മുടെ ഈ തിരുമലൈ കോവിലിൻ്റെ പാതി ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പശ്ചിമഘട്ടം നമ്മുടെ പുറകിൽ കാണാം. നമ്മുടെ പ്രിയപ്പെട്ട പശ്ചിമഘട്ടത്തിൽ അങ്ങനെ ആ മഞ്ഞൊക്കെ ഇങ്ങനെ പെയ്ത് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പൻപുഴി എന്ന് പറയുന്ന ഗ്രാമമാണ്. അവിടെ നെല്ലും അതേപോലെ തന്നെ തെങ്ങ് കൃഷി വ്യാപകമുണ്ട്. മലയാളികൾ കണ്ടു പഠിക്കണം, കേരളം കൂടി അത് തിരിച്ചറിയണം. എത്രമാത്രം തെങ്ങും നമ്മുടെ കേരവൃക്ഷവും ഒക്കെ ഇവിടുന്ന് നമ്മളിൽ നിന്ന് അകന്ന് തമിഴ്നാട്ടിലേക്ക് പോയി എന്ന് മനസ്സിലാക്കണത്. എൻ്റെ ഈ പിന്നിൽ കാണുന്ന നോക്കത്താ ദൂരത്ത് കാണുന്നതെല്ലാം ഇത് തെങ്ങുംതോപ്പാണ്. ആയിരം അടി ഉയരത്തിലേക്കുള്ള യാത്ര പോലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭവം. തെങ്കാശിക്കാറ്റ് ചെവിയിൽ പാട്ടുപാടും, ശരീരത്തെ കെട്ടിപ്പുണരും, മുത്തം നൽകും. വെയിലും തണുപ്പും മാറി മാറി വളയും, അവരും ഒപ്പം കൂടും. എൻ്റെ ഈ പിന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടോണം. അത് നമ്മുടെ സാക്ഷാൽ മേക്കര ഡാം. അതായത് ആ മേക്കര ഡാമിൻ്റെ വലത് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ അച്ചൻകോവിൽ ഉൾപ്പെടുന്ന നമ്മുടെ കേരളത്തിൻ്റെ വനമേഖലയാണ്. അവിടെയാണ് തൂവൽ മല. പ്രശസ്ത മുരുകൻ കോവിലിൽ ഭക്തരുടെ നല്ല തിരക്ക്. ഭക്തർക്കും വിനോദസഞ്ചാരികൾക്കും തിരുമലൈ കോവിലും പരിസരവും മധുരമുള്ള ഓർമ്മകൾ സമ്മാനിക്കുമിടം. കാഴ്ചകളൊക്കെ കണ്ടിട്ട് വളരെ മനോഹരമായ പ്ലേസ് ആണ്. നമ്മൾ ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. ഒട്ടനവധി നിരവധി ചിത്രങ്ങൾ ഇവിടെ ഇതിന് പരിസരത്തും ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല പ്രസിദ്ധമാണ് ഇവിടെ. നല്ല ക്ലൈമറ്റ് ആണ്. മഞ്ഞായാലും മഴയായാലും എല്ലാം ആസ്വദിച്ചാണ് ഞങ്ങൾ വന്നത്. சாரல் எல்லாமே இருக்க தான் செய்யும். இப்பவும் குற்றாலச்சாரெல்லாம் ஆரம்பிச்சு இங்கே வந்து நல்லா ஜாலியாக என்ஜாய் பண்ணியிருக்கோம், ஃபன் பண்ணிட்டு இருக்கோம். இயற்கையை நல்லா ரசிச்சுட்டு இருக்கோம். ஆமாம், எல்லா படங்களும் நிறைய படங்கள் இங்கே இந்த கோயிலில் எடுத்திருக்காங்க. ஒரு பிரபலமான கோயில். ஆமாம், எந்த சுற்றுலா இருந்தாலும் இந்த கோயிலுக்கு வராமல் போக மாட்டாங்க. ചെങ്കോട്ടയിൽ നിന്ന് യാത്ര തിരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് പ്രകൃതിയുടെ ഈ വീട്ടിലേക്ക് എത്തിച്ചേരാം. ഇനി പുഷ്പയുടെ തോട് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ തിരുമലൈ കോവിലിൻ്റെ ഏറ്റവും മുകളിൽ ആ ക്ഷേത്രത്തിൻ്റെ ആ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനപ്പുറത്തോട്ടൊന്നും ക്യാമറ അലൗഡ് അല്ല. അവർ നിയമപ്രശ്നങ്ങളൊക്കെ ഇവിടുത്തെ ഇതിൻ്റെ ഈ ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മളതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും എൻ്റെ ഈ താഴെ കാണുന്നത് ആ ദൂരെ കാണുന്ന ആ പാറയിലാണ് നമ്മുടെ ഈ പറഞ്ഞ പുഷ്പ സിനിമ. നമ്മൾ നേരത്തെ വേറൊരു ആംഗിളിൽ നിന്ന് അത് കാണിച്ചു. ഇപ്പം നമ്മൾ മറ്റൊരു ആംഗിളിൽ നിന്ന് കൂടി അതിൻ്റെ ഒരു വൈഡ് വ്യൂ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ക്യാമറമാൻ അയ്യപ്പദേവനും രാഷ്ട്രീയ